കോഴിക്കോട് രാമനാട്ടുകരയിലെ അനധികൃത ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനിൽ റെയ്ഡ്. താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 161 സിലിണ്ടറുകൾ കസ്റ്റഡിയിലെടുത്തു. AK അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, ഇപ്പോൾ 161 സിലിണ്ടറുകൾ അത് അനധികൃതമായാണോ ഈ ഫില്ലിംഗ് സ്റ്റേഷൻ നടത്തിയിരുന്നത്? എത്രത്തോളം ഗുരുതരമാണ് ഈ ക്രമക്കേട്? വിനീത, ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. രാമനാട്ടുകരയിലെ ഒരു ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻ്ററിലായിരുന്നു ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 161ഓളം സിലിണ്ടറുകൾ ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പലതും നിറച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ആളുകൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും 161 സിലിണ്ടറുകളും അതോടൊപ്പം തന്നെ ഈ സിലിണ്ടറുകളിൽ നിന്ന് ചെറു സിലിണ്ടറുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ ഗ്യാസ് പമ്പുകളടക്കം ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനുകൾ ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ഈ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ലഭിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിപുലമായ പരിശോധനകൾ നടത്തുമെന്ന് കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പഞ്ചായത്ത് നൽകിയിരിക്കുന്ന ഒരു സാധാരണ ഒരു ഷോപ്പുകൾക്ക് നൽകുന്ന ഒരു ലൈസൻസ് മാത്രമായിരുന്നു ഈ ഷോപ്പിനുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഗ്യാസുകൾ സൂക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിനോ ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കൂടി താലൂക്ക് സപ്ലൈ ഓഫീസർ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. രാമനാട്ടുകരയിലാണ് ഇത്തരത്തിൽ അനധികൃതമായ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്. 161 സിലിണ്ടറുകൾ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു. AK അഭിലാഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.